ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ ഓയിലൊന്നല്ല കേക്ക് ഉണ്ടാക്കുന്നത്, നമ്മുടെ പാനിലാണ്. ഡോറ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡോറ കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, 1 കപ്പ് ചൂട് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച പാലല്ല, ഇളം ചൂട് പാല്. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 പിഞ്ച് ഉപ്പാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ ബൗൾ എടുക്കാം. വലിയ ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. പൊടിക്കുന്നതിന് മുന്നേ ഉള്ള അളവാണ് കേട്ടോ 1/2 കപ്പ്. പൊടിച്ച് കഴിഞ്ഞിട്ടുള്ള അളവല്ല. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് പൊടിച്ചത്. 1 ടീസ്പൂൺ കോഫി പൗഡർ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാനിപ്പോൾ നെസ്കഫയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നമ്മുടെ കൊക്കോ പൗഡർ 1/4 കപ്പ്. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പാലെടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഫ്രിഡ്ജിലിരിക്കുന്ന പാലെടുക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരിച്ച് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ ആ കട്ടകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കറക്റ്റ് സ്മൂത്തായിട്ടൊരു ബാറ്റർ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 പ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ. നമ്മൾ കേക്കിന് അരിക്കുന്ന പോലെ 3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമില്ല. 3 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 1 പ്രാവശ്യം അരിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് തന്നെ മുഴുവൻ പാലും ചേർക്കണ്ട. ഞാൻ കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യാണ്. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററായി പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മീഡിയം തിക്നെസ്സോടുകൂടി നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞു. ഒരു 2 ടീസ്പൂൺ പാല് ബാക്കിയുണ്ട് കേട്ടോ. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പാൻ കേക്ക്സ് റെഡിയാക്കാം. അപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയി. നമുക്കിനി ഒരു പാൻ സീസൺ ചെയ്തെടുക്കാം. സീസൺ ചെയ്യാന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് പാനാണ്. അതിലേക്ക് ഞാനൊരു വളരെ ചെറിയ അളവിൽ ഒരു 4-5 ഡ്രോപ്സ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഈ പാനിലേക്ക് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടോ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ടാണ് സ്പ്രെഡ് ചെയ്തത്. അത് മുഴുവൻ ഓയിൽ ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ ടിഷ്യൂ കൊണ്ട് തന്നെ ആ പാനിൽ നിന്ന് ഓയിൽ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1/3 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. ഈ മെഷറിംഗ് കപ്പിലാണ് നമ്മൾ ഈ ബാറ്റർ എടുത്ത് ഒഴിക്കാൻ പോകുന്നത്. ചെറിയ ബർണറാണ് ഇത്, കണ്ടോ. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ പാൻ വെച്ചിട്ടുള്ളത്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു മെഷറിംഗ് കപ്പ് എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാൻ കേക്ക്സ് എല്ലാം ഒരേ സൈസിൽ വരാനാണ് നമ്മൾ മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പൂണിൽ എടുത്തിട്ട് ആ ഒരു സ്പൂണോ കയ്യിലോ ഏതെങ്കിലും എടുത്തിട്ട് അതിൽ തന്നെ എപ്പോഴും എടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മെഷറിംഗ് കപ്പ് എടുത്തത്. ഇനി ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തനിയെ സ്പ്രെഡായി വന്നോളും, നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അത് തനിയെ സ്പ്രെഡായി ബബിൾസ് ഒന്ന് വന്ന് തുടങ്ങട്ടെ. ബാറ്റർ കണ്ടോ, ഞാൻ ഒഴിച്ച പോലെയല്ല, സ്പ്രെഡായി വരുന്നുണ്ട്. ഹോൾസ് വന്ന് തുടങ്ങണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കുക, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്കിന് ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ അടച്ചു വയ്ക്കുകയാണ്. ഒരു 45 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. 45 മുതൽ 55 സെക്കൻഡ് വരെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബർണറിൻ്റെ ചൂടനുസരിച്ച് ചെറിയ വേരിയേഷൻ വരാം. 1 മിനിറ്റിൽ താഴെ സമയം എടുക്കുള്ളൂ പാൻ കേക്ക് കുക്കാവാനായിട്ട്. അപ്പോൾ ഇനി പാൻ കേക്ക് ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് തിരിച്ച് അടുത്ത സൈഡിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഈ സൈഡ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബ്ലാക്ക് പാനിൽ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന്. ഞാൻ വൈറ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ
ഇരട്ട നമ്പേഴ്സിൽ 2, 4, 6 പാൻ കേക്ക്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോറ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇരട്ട നമ്പേഴ്സിൽ വേണം നമുക്ക് പാൻ കേക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ പാൻ കേക്കും റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 4 ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 എടുത്തിട്ടേ കാണിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കൊക്കോ സ്പ്രെഡ് ആഡ് ചെയ്യാം. കൊക്കോ സ്പ്രെഡാണ് ഞാനിപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പ്രെഡ് അപ്ലൈ ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് കൂടുതൽ ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കുമല്ലോ താല്പര്യം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊക്കോ സ്പ്രെഡ് അപ്ലൈ ചെയ്യുന്നത്. 2 പാൻ കേക്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ അപ്ലൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡോറ കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉടനെ ട്രൈ ചെയ്തോളൂ. പാനിൽ ഉണ്ടാക്കുന്നതല്ലേ, ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പാൻ കേക്കിലും അപ്ലൈ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇതിൽ കൂടുതൽ അപ്ലൈ ചെയ്തതുകൊണ്ട് അടുത്ത പാൻ കേക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. 2ലും അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിൽ കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാൻ കേക്ക് ഉപയോഗിച്ച് ഇതുപോലെ കവർ ചെയ്യാം. ഇപ്പോൾ കാണാമല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ഡോറ കേക്ക് റെഡി ആയത്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കാണാം. ഞാൻ ആദ്യം ഒരു ഫോട്ടോ എടുക്കട്ടെ, അതിനുശേഷം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഡോറ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കൊക്കോ സ്പ്രെഡൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികളുടെ അഭിപ്രായവും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.